ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ ഓരോ മത്സരാർത്ഥികളും പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ സീസണുകളിലേക്കാൾ എല്ലാ ടാസ്കുകളും കഠിനമാണ്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ആദ്യത്തെ 2 ദിവസം വളരെ ആക്റ്റീവായിരുന്ന രേണു പിന്നീട് ഒതുങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. മാത്രമല്ല ഇതുവരെ നടന്ന ഒരു ടാസ്കിലും രേണുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് രേണുവിൻ്റെ കരച്ചിൽ രംഗങ്ങളോടെയാണ്. മേക്കപ്പിനും ഗ്രൂമിങ്ങിനുമായി മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന പൗഡർ റൂമിലിരുന്ന് കരയുന്ന രേണു സുധിയെയാണ് പ്രേക്ഷകർ കണ്ടത്. താൻ കരയുന്നത് ആരും കാണാൻ പാടില്ലെന്ന് രേണു പറയുന്നുണ്ട്. മക്കളെയും കുടുംബാംഗങ്ങളെയും മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് രേണുവിൻ്റെ കരച്ചിൽ. ബാത്റൂമിലിരുന്ന് കരയാമെന്ന് വെച്ചാൽ അതും നടക്കില്ലെന്നും ആൾക്കാർ എപ്പോഴും കയറി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് രേണു പറയുന്നത്. അമ്മ തനിക്ക് രാവിലെ ബിസ്ക്കറ്റും കാപ്പിയും തരുമായിരുന്നു. ഋതപ്പ, അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം രേണു പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവും ഇളയ കുഞ്ഞ് ഋതുലും രേണുവിൻ്റെ സംരക്ഷണയിലാണ്. മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് രേണുവിൻ്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്.